സമസ്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും അടിസ്ഥാനം, അവരുടെ നിലനിൽപ്പൊക്കെ സമസ്ത തന്നെയാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അതാരും നിഷേധിക്കില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇപ്പോഴും മറ്റുള്ള സംഘടനകളിലെ ആളുകൾ സമസ്തയുടെ പണ്ഡിതന്മാർ അവരുടെ കാഴ്ചപ്പാടും അവരുടെ വീക്ഷണവും അവരുടെ പഠനവും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുകയും അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ അവരും ചിന്തിക്കുന്നുണ്ട്. ഈ സമന്വയ വിദ്യാഭ്യാസം നമ്മൾ വിചാരിച്ചത് നമ്മൾ എല്ലാവരും സമന്വയ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഒട്ടുമിക്ക സംഘടനയിലും ഈ സമന്വയ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത്. നമ്മൾ നടത്തുന്നത് പോലെയുള്ള ആ ഒരു സമ്പ്രദായമില്ല. ഈ ദറസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ലാംഗ്വേജൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവർ ഇത് തുടങ്ങാത്തതിൻ്റെ കാരണം അവരിപ്പോഴും ഈ സമന്വയ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ദീനിനെ ബാധിക്കുകയോ ഇല്ലേ എന്നുള്ളത് അത് ഒരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നമ്മളിപ്പോഴും അതിൻ്റെ രീതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫോർവേഡായിട്ടും അതുപോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ചും ഒക്കെ നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവർ മുഷാവറ കൂടിയിട്ട് അതിൽ ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനമെടുത്ത് പിന്നെ അവരത് പ്രാവർത്തികമാക്കി അങ്ങനെ തുടങ്ങുന്ന ഓരോ സംരംഭങ്ങളും അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയുന്നത് വ്യക്തികളല്ല, വ്യക്തികളിലേക്കത് പോകുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവരുടെ മനസ്സാണ്, അവരുടെ ഹൃദയമാണ് സമസ്ത എന്ന് അതിൽ പ്രതിബിംബമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മകനും എൻ്റെ മകളും നാളെ ഒരു തർബിയത്തുള്ള ആത്മീയതയുള്ള നേർവഴിയിൽ സഞ്ചരിക്കുന്ന സോലിഹായ മക്കളാവണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് എവിടെ കുട്ടികളെ ചേർക്കണം, എവിടെ എങ്ങനെ എന്താക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മദ്രസയിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ മക്കളെ ഇപ്പോഴും കൊണ്ടാക്കാനും പഠിപ്പിക്കാനും താല്പര്യപ്പെടുന്നത്. അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ അവർ എത്ര ദൂരമാണെങ്കിലും മദ്രസ സൗകര്യം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മദ്രസയുള്ള ഭാഗത്ത് പോയിട്ട് വീടെടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനും അതൊക്കെ അറിഞ്ഞുകൊണ്ട് മഹല്ല് കമ്മിറ്റികൾ അവിടെ മദ്രസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ SNECയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പോൾ SNEC കുറേ സ്ട്രീമുകൾ തുടങ്ങുകയും അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു സാഹചര്യം വന്നപ്പം പെട്ടെന്ന് വളരുന്നതല്ല. ജനങ്ങളുടെ ചിന്ത അതുപോലെ തന്നെ സമസ്തയുടെയും ചിന്തയൊക്കെ ഒരേ രീതിയിലാവുമ്പോഴാണ് അത് വിജയിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാനും അവർക്ക് ഇതിലൂടെ പോകാനൊക്കെയുള്ള ആ മാർഗത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളത് അത് അവരുടെ മനസ്സിൽ ഉറപ്പാണ്. കാരണം പാരമ്പര്യമായിട്ട് അവരുടെ ഉപ്പമാരുടെ ഉപ്പമാരൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ മദ്രസകളിൽ പഠിച്ചാണ്. അവരൊന്നും വഴിതെറ്റിയിട്ടില്ല. അതുപോലെ തന്നെ സമസ്തയുടെ ഒരു സ്ഥാപനത്തിൽ ആക്കിയിട്ടും ആർക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ മക്കളെയൊക്കെ സമസ്തയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് SNEC തുടങ്ങിയപ്പോഴും SNEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പകരത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതല്ല. ഇതൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലും അതുപോലെ തന്നെ അത് സമസ്തയുടെ ഒരു കറാമത്തും അതുപോലെയുള്ള ആത്മീയമായിട്ടൊക്കെ വളരെ ഉയർന്ന ഒന്നും ആഗ്രഹിക്കാത്ത വളരെ പാവങ്ങളായിട്ടുള്ള ഉസ്താദുമാരാണ് നമ്മുടെ മുഷാവറയിലുള്ളത്. അപ്പോൾ ഇതെല്ലാ അർത്ഥത്തിലും ആളുകൾ ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് SNEC ആരംഭിച്ചപ്പോഴും അതിൻ്റെ വിവിധ സ്ട്രീമുകൾ ആരംഭിച്ചപ്പോഴും കുട്ടികളെല്ലാവരെയും അവിടെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ ലൈഫ് തുടങ്ങിയപ്പോഴും കുറേ കുട്ടികളെ കൊണ്ടുവന്നാക്കി. ഇപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആക്കുക എന്നുള്ളതല്ല, അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കുക, +2 നല്ല
മാർക്ക് ലഭിക്കുക. അവർ അതുപോലെ തന്നെ സ്കൂളിൽ ചേർക്കുന്നത് മാത്രമല്ലല്ലോ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല തർബിയത്തുള്ള നല്ല സോലിഹായ സന്താനങ്ങളെ ആക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുവാൻ, അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം ലഭിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ SNAC പല സ്ട്രീമുകളിലേക്കും കൊണ്ടാക്കാൻ താല്പര്യപ്പെടും. അതുപോലെ തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ സ്ഥാപനങ്ങൾ, ഇതൊക്കെ നടക്കുന്നതൊക്കെ ഇതാണ് അടിസ്ഥാനം. അപ്പോൾ ഈ ആദർശവും അതുപോലെ തന്നെ ആദർശം അമാനത്താണ്. അപ്പോൾ ഈ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആദർശം ഇല്ലാതെയാവില്ല, അതിനെ തകർക്കുവാനോ മാറ്റുവാനോ ഒന്നും സാധിക്കില്ല. കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, നേതാക്കന്മാർ എല്ലാവരും നമ്മുടെ ഒരു രീതിയും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ നമ്മൾ ചിന്തിച്ച് ക്ഷമിച്ചുകൊണ്ട് ഇതിനൊരു പര്യവസാനമുണ്ടാവും, ഇതിനൊരു നല്ല ഒരു അവസാനമുണ്ടാവും. കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നെ അവസാനം ഇത് നല്ലൊരു റാഹത്തായിട്ട് അത് ഒരു സന്തോഷമായിട്ടുള്ള ഒരു രീതിയിൽ ഇതിന് പര്യവസാനം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ദീനിയായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് സുന്നത്ത് ജമാഅത്തും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കൂടുതൽ വ്യാപിപ്പിക്കുവാൻ, കൂടുതൽ ശ്രദ്ധിക്കുവാനും അതുപോലെ അവനവൻ്റെ മഹല്ലുകൾ ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയമാണ്. ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തി നമുക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം തരുന്നതാണ്. പല പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേത് നമ്മളിങ്ങനെ കയറ് ഊരി വിട്ടതുപോലെ അങ്ങനെ പോവുക, കുറേ ഒരു പോക്കാണ്. അപ്പോൾ ഒരു നിയന്ത്രണം വിട്ടിട്ടുള്ള ഒരു പോക്കായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരുമിക്കേണ്ടവർ ഒരുമിക്കുകയും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ യൂണിറ്റുകളിലും അത് സജീവമാക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഓരോരുത്തരെ നമുക്ക് മനസ്സിലാക്കുവാൻ, ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി ചിന്തിച്ച് സമസ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകുവാനും, ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ മറുപടി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ നമുക്ക് വളരെ റാഹത്തായിട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കുവാനും കുടുംബമായിട്ടൊക്കെ അതുപോലെ തന്നെ മക്കളൊക്കെ സ്വാലിഹായിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുവാൻ അതിനൊക്കെയുള്ള വഴിയും സൗകര്യവും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം വിജയിപ്പിക്കുമാറാവട്ടെ. ആ ഒരു ലക്ഷ്യം തെറ്റാതെ നമുക്കെത്താൻ സാധിക്കുമാറാകട്ടെ. നമുക്കറിയാം നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങളൊക്കെ പല തലക്കുമുണ്ടാവും. അപ്പം നമ്മുടെ പാരമ്പര്യം എടുത്തു ചാടലല്ല, നമ്മളുടെ ഒരു പാരമ്പര്യം നമുക്കറിയാം. നമ്മുടെ മഹാന്മാരായിട്ടുള്ള ആളുകളെ മാത്രം അവർ മാത്രമല്ല, നമ്മുടെ മഹല്ലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതുപോലെ നല്ല ദീർഘവീക്ഷണമുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രവർത്തിച്ച് പരിചയമുള്ള ഉസ്താദുമാർ അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവരൊക്കെ ആ മഹലിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ക്ഷമിച്ചുകൊണ്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് ആ പോകുന്ന ആ രീതി അത് നമ്മൾ കൈവിടാതെ നമ്മളെല്ലാവരെയും, കാരണം ദീനി ദഅവ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര പരിക്കും എത്ര പ്രയാസവും ഉണ്ടെങ്കിലും അതിനെയൊക്കെ ക്ഷമയോട് കൂടിയിട്ട് അതിനെ കാണുകയും നമ്മൾ ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും കൺട്രോൾ ചെയ്തിട്ടുള്ള ആ ഒരു മാർഗമാണ് നമ്മളുടേത്. ആ മാർഗം മാത്രമാണ് വിജയിക്കുകയുള്ളൂ. നബിതങ്ങൾ കാണിച്ചു തന്ന വഴി അതുതന്നെയാണ്. നബിതങ്ങളുടെ ചരിത്രം, നബിതങ്ങൾ ആ ജീവിച്ചതും അതുപോലെ തന്നെ എത്രയോ സാഹചര്യങ്ങൾ ഒക്കെ നബിതങ്ങളെ ക്രൂശിക്കുന്നതും അതുപോലെ തന്നെ പരിഹസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട്.
അങ്ങനെ ഒരു രാജാവായിട്ട് ആരും ചോദ്യം ചെയ്യാതെ ജീവിച്ച ആ ഒരു കാര്യങ്ങളല്ല നബി തങ്ങളുടേത്. നബി തങ്ങളുടെ കാര്യങ്ങൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെ ജീവിച്ച് ആ ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ച് അതൊക്കെ ക്ഷമയോട് കൂടിയിട്ട് സാധാരണ മനുഷ്യനല്ലാത്ത നബിതങ്ങൾ സാധാരണക്കാരെ പോലെ സാധാരണക്കാരുടെ കൂടെ അവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു ജൈത്രയാത്ര. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അതാണ് നമ്മൾ മാർഗമാക്കേണ്ടത്. നബിതങ്ങളിലേക്ക് നമ്മൾ പ്രയാസങ്ങളും കാര്യവും ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് നോക്കുക, ആ തിരുസന്നത്തിലേക്ക് നമ്മൾ അടുക്കുക, കൂടുതൽ നബിതങ്ങളോട് അടുക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാവും, ഒരു തരത്തിലും നമുക്ക് നിരാശയുണ്ടാവില്ല. അപ്പം ഇതാണ് നമ്മുടെ മാർഗം, ഇതാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും സുഫിവര്യന്മാരായിട്ടുള്ള ആളുകളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അവർ ജീവിച്ച് കാണിച്ചു തന്നതൊക്കെ അത് തന്നെയാണ്. ആരെയും ഉപദ്രവിക്കാതെ വളരെ സമാധാന ശാന്തശീലമായിട്ട് ക്ഷമിച്ചുകൊണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ ഒന്നും കാണിക്കാതെ അതൊക്കെ സഹിച്ച് ജീവിച്ച എത്രയോ മഹാന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും സഹിക്കുന്ന അത്രയുള്ള കാര്യങ്ങളൊന്നും നമുക്കിടയിലില്ല. അപ്പോൾ നമ്മൾ അതാണ് മാതൃകമാക്കേണ്ടത്. ഇൻഷാ അല്ലാ അതിൻ്റെ ഒക്കെ റിസൾട്ട് വളരെ വലുതാവും. അപ്പോൾ സമാധാനപരമായിട്ട് നമുക്ക് എല്ലാത്തിനെയും നേരിടുവാനും നബിതങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും നബിതങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാനും നബിതങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. മെയ് മാസത്തിൽ SKSF ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളനമുണ്ട്. 9, 10, 11 തീയതികളിൽ അത് വിജയിപ്പിക്കുക. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും തങ്ങന്മാർ ഒരുമിച്ചിരിക്കുന്ന ഒരു വേദി. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വന്നു ചേർന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങളൊക്കെ ഈ നഗരം ഈ ജില്ലാ സമ്മേളനം കോട്ടക്കൽ മെയ് 9, 10, 11 കോട്ടക്കലിൽ വന്ധ്യപിതാവ് മർഹൂം ഹൈദൽ ശിഹാബ് തങ്ങളുടെ നവോദയത്തിലാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ പരിപാടി വിജയിപ്പിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.